ഉദ്ധിത ദൈവമേ, രക്ഷക, സമാധാനമേ, ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മളിൽ ഓരോരുത്തരെയും ഉള്ളിലിരിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് എന്ത് ലഭിക്കുന്നത്? നമുക്ക് നമ്മുടെ കുറവുകൾ, നമ്മുടെ നന്മകൾ മനസ്സിലാക്കുവാനും നമ്മുടേതായ ആധ്യാത്മികവും ഭൗതികവുമായ നേട്ടം കൈവരിക്കുവാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കി. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നാം നമ്മെ തന്നെ മനസ്സിലാക്കാതെ പല എനർജി ഗ്രൂപ്പിലൂടെയും ഓടി നടന്ന് നമ്മുടെ ജീവൻ്റെ മൂല്യത്തിലൂടെ അവർ ആത്മീയമായിട്ട് വളരുകയും അവർ സാമ്പത്തികമായി വളരുകയും ചെയ്യുന്നു. നമുക്ക് വളരാൻ കഴിയുകയില്ല. കാരണം നമ്മളുടെ ആ മൂല്യം അവർ ഏറ്റെടുക്കുന്നു. അങ്ങനെയെങ്കിൽ എല്ലാവരും ജീവൻ്റെ സമ്പാദ്യത്തിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് പ്യൂരിറ്റിയുടെ എനർജിയുടെ ബന്ധമാണോ, അല്ലെങ്കിൽ പ്യൂരിറ്റിയുടെ ആത്മാവിൻ്റെ വളർച്ചയാണോ, പ്യൂരിറ്റി ഇല്ലാത്ത ആത്മാവിൻ്റെ വളർച്ചയാണോ? ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിനാലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ മനുഷ്യരും തമ്മിലുള്ള ബന്ധങ്ങൾ, കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധങ്ങൾ, സന്യാസികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഓരോ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, എല്ലാവരും മുമ്പിലുള്ള ഈ ബന്ധങ്ങൾ പ്രധാനമായി രണ്ട് കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഒന്നാമതായിട്ട് അത് ആത്മീയ മൂല്യവുമായി, അല്ലെങ്കിൽ ആത്മാവുമായി ആത്മാവിനെ ബന്ധിക്കുന്നതിന് വേണ്ടി ജീവൻ്റെ മൂല്യവുമായിട്ട്. അപ്പോൾ ദൈവവചനമാണെന്ന് പറയാൻ പറ്റും. പക്ഷേ ദൈവവചനം പോലെ തന്നെ ദുഷ്ടവചനവുമുണ്ട്. അപ്പോൾ ഏതായാലും ഈ ബന്ധത്തിലൂടെ വളർച്ചയാണ് മനുഷ്യത്തിന് ബന്ധം. അപ്പോൾ ഈ ബന്ധത്തിലൂടെയുള്ള വളർച്ചയുടെ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ നേട്ടമെന്ന് പറയുമ്പോൾ ആ ബന്ധങ്ങൾ എത്രത്തോളം കൂടുതൽ ആളുകൾ സ്ഥാപിക്കുന്നുവോ അവർക്കായിരിക്കും വിജയമോ പരാജയമോ നിശ്ചയിക്കുന്നത്. കാരണം കൂടുതൽ ആത്മീയ ചൈതന്യത്തിലൂടെ ഉണ്ടാകുമ്പോൾ അവസാനം അത് മന്ത്രത്തിലൂടെയും ദൈവിക ചൈതന്യത്തിലൂടെയും നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും, പരാജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അത് രാഷ്ട്രീയ പാർട്ടി ആയാലും സമുദായ ബന്ധമായാലും ഏത് ബന്ധങ്ങളും അങ്ങനെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ ബന്ധം എങ്ങനെ സ്ഥാപിക്കണം, ഏത് തരത്തിലുള്ള ബന്ധമാണ് എനിക്ക് ആവശ്യം. പലപ്പോഴും അത് മറന്നുകൊണ്ട് ഓടുകയാണ് മനുഷ്യൻ പല ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ. അങ്ങനെയാകുമ്പോൾ മറ്റു പല എനർജി ഗ്രൂപ്പുകൾ വളരുന്നു, എൻ്റെ ആത്മീയത വളരുന്നില്ല, എൻ്റെ സാമ്പത്തിക മൂല്യം വളരുന്നില്ല, മറ്റുള്ളവർ അത് മുതലെടുത്തുകൊണ്ട് വളരുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ തൻ്റെ ആത്മാവ് നശിപ്പിച്ചാൽ എന്തു നേടും, ആത്മാവിന് പകരമായി എന്തു കൊടുക്കുവാൻ കഴിയുമെന്ന് ക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നതും ക്രിസ്തു തന്നെയാണ് പറയുന്നത്. തത്വമസി, നിന്നിൽ വസിക്കുന്ന ദൈവത്തെ നീ തിരിച്ചറിയുക. ആയതിനാൽ